നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ വാവേനെ പഠിക്കാൻ കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ നേരെ കിടങ്ങറ വന്നു. എനിക്ക് ATM പോകണമായിരുന്നു, അതുപോലെ തന്നെ മീൻ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ATMിലോട്ട് വന്നു, പൈസ എടുത്തു. കുറച്ച് പൈസ എടുക്കാനുണ്ടായിരുന്നു, വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ള പൈസ. അപ്പോൾ അതെടുത്തു. എനിക്ക് ATMിൽ പൈസ എടുക്കുന്ന ചെറിയൊരു പേടിയുള്ള പരിപാടിയാണ് കേട്ടോ. എനിക്ക് പലതവണ ഇങ്ങനെ പൈസ എടുക്കാൻ നോക്കിയിട്ട് പൈസ കിട്ടാതെ ആ പൈസ പോയിട്ടുള്ളൊരു അനുഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് റിട്ടേൺ വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വന്നതായിട്ട് എനിക്ക് ഇതുവരെ ഒരു മെസ്സേജും കിട്ടിയിട്ടില്ല. ATMിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ മീൻ മേടിക്കാൻ പോയി. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മീൻ വിൽക്കുന്നത്. അപ്പോൾ മീനും മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. CD എന്ന് പറയുന്ന മീനാണ് കേട്ടോ മേടിച്ചത്. ഇവിടെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അര കിലോ 100 രൂപ. ഭയങ്കര വിലയാണ് കേട്ടോ ഇവിടെ മീനിന്. അപ്പോൾ ഇവിടെ മീനിന് ഭയങ്കര റേറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ആലപ്പുഴയാണ്. ഇവിടെ ഭയങ്കര റേറ്റാണ് മീനിന്. അതുപോലെ നല്ല മീനും അധികം കിട്ടാറില്ല. കായൽ മീനൊക്കെ കിട്ടും, പക്ഷേ അതിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മീനാണ് കേട്ടോ മേടിച്ചത്. ഈ ഒരു വലിപ്പത്തിൽ 3 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറി വയ്ക്കാനുള്ള മീനായി, വറുക്കാനൊന്നുമില്ല. പിന്നെ വാവയ്ക്ക് 2 കഷ്ണം എടുത്ത് വറുക്കണമെന്നുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കവർ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറി വെക്കണം, അതുപോലെ വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടി വെക്കണം. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ട് ഞാൻ അരി അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി വെന്തിട്ടുണ്ടായിരുന്നു, ചോറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് അടയ്ക്കുകയാണ്. അപ്പോൾ അരി അടയ്ക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ചെയ്യുക. വെള്ളമൊക്കെ ചിലപ്പോൾ കാലിലും കയ്യിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ച് പതിയെ അതൊന്ന് അടച്ചിടുകയാണ്. ഫസ്റ്റ് ഇങ്ങനെ ആ ഒരു ചരിക്കുന്ന വെള്ളം കൊണ്ട് കളയും. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്കും ആ ഒരു ചരിവെന്ന് ഇറങ്ങും കേട്ടോ. പിന്നെ അത് കളഞ്ഞിട്ട് ആണ് അടച്ചിങ്ങനെ വെക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം വെച്ചാലേ അതിലെ വെള്ളമെല്ലാം തോർന്ന് നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ അതിങ്ങനെ വെള്ളം തോർന്നതിന് ശേഷം എൻ്റെ വീട്ടിലൊക്കെ അത് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി ചൂടാക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അരി അടച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് പടവലങ്ങയും പരിപ്പും ഇട്ടൊരു തോരൻ വയ്ക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ തോരൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വെള്ളത്തിൽ ഇട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മീനും വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. മീൻ വൃത്തിയാക്കി വന്നിട്ട് ബാക്കി നമുക്ക് തോരനൊക്കെ വെക്കാമല്ലോ. അതുവരെ പരിപ്പ് അത് വെള്ളത്തിൽ കിടക്കുമല്ലോ. അപ്പോൾ ഞാൻ അതവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എൻ്റെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. ചെടിയിലല്ല, ഞാൻ കുറച്ച് വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് പൊടിക്കുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് ഈ വളമൊക്കെ മേടിക്കുന്ന ആ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അവിടെ ഒരുപാട് വിത്തുകളുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വിത്തുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പരിപ്പ് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ടില്ലേ, ആ പരിപ്പൊന്ന് കഴുകി കുക്കറിൽ വെക്കുകയാണ്. അതൊരു 2 വിസിലാകുമ്പോഴത്തേക്കും വെന്ത് കുഴയരുത് കേട്ടോ. നമ്മൾ സാമ്പാറിന് വെക്കുന്ന പോലെ വെന്ത് കുഴയരുത്. ആ പരിപ്പായിട്ട് തന്നെ കിടക്കണം, പക്ഷെ വെന്തിരിക്കണം. ആ ഒരു പാകത്തിനായിരിക്കണം. അപ്പോൾ എനിക്കിത് കുക്കറിൽ വെക്കാൻ ഭയങ്കര ഒരു പേടിയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വെന്ത് പോവും. നമ്മൾ പരിപ്പിൻ്റെ ആ ഒരു ഇതനുസരിച്ചായിരിക്കും. ചിലപ്പം പെട്ടെന്ന് വേവും, അല്ലെങ്കിൽ ഒട്ടും വേവില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ പാത്രത്തിൽ വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത് തോരൻ വെക്കാനൊക്കെ. അപ്പോൾ പരിപ്പിൽ ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അത് അടുപ്പത്ത് വയ്ക്കുകയാണ് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലൊരു 2 വിസിലാണ് കേട്ടോ കേൾപ്പിച്ചത്. പക്ഷേ എന്നാലും അത് ഒന്ന് കുഴഞ്ഞില്ല, എന്നാലും വെന്ത് പോയതുപോലെ തോന്നിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തോരത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പ് അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങയും അതുപോലെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം ഇതെല്ലാം ഇട്ടൊന്ന് അരച്ചെടുത്തു. അപ്പോൾ ഞാനൊരു തോരൻ ഇവിടെ നേരത്തെ പടവലങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ അരപ്പും വേവിച്ച് വെച്ചത് പരിപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. ഇത് മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കറിക്ക് നമ്മൾ സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ചെറിയ ഉള്ളി ഇത്രയും ഇട്ട് അരച്ചെടുക്കണം. മീനിൻ്റെ അരപ്പിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ വെക്കുന്ന മീൻ കറി എനിക്കിഷ്ടമല്ല കേട്ടോ കഴിക്കാൻ. വേറെ എന്ത് കറിയും ഞാൻ കഴിക്കും, പക്ഷെ ഞാൻ മീൻ കറി വെച്ചാൽ ശരിയാവത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചിൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വാവേനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. വിളിക്കാൻ പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴും എന്നോട് ചോദിക്കുന്നത്, ഇതെന്തിനാ അമ്മ എടുക്കുന്നത്, യൂട്യൂബിലിടാനാണോ? യൂട്യൂബ് എന്നാണ് കേട്ടോ പറയുന്നത്. യൂട്യൂബിലിടാനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അതേന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരികയാണ്. ഇന്ന് എത്ര അടി കിട്ടി, എന്താ പഠിപ്പിച്ചത്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്.
അപ്പോൾ ഇന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ പയ്യെ ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ആൾ തൊട്ടടുത്ത് നേഴ്സറി ഉണ്ട് കേട്ടോ, ഓടി അവിടെ പോവും. വീട്ടിൽ കയറുന്നതിന് മുന്നേ ഓടി അപ്പുറത്ത് വേറെ പിള്ളേരുണ്ട്, കുഞ്ഞു പിള്ളേരുണ്ട്. ഓടി വീട്ടിൽ അപ്പുറത്ത് പോയിട്ട് കളിച്ചിട്ടൊക്കെയാണ് പിന്നെ കയറി വരുന്നത്. അപ്പോൾ ലഞ്ചും ഇതെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെയും വാവയുടെയും കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടുകയാണ്. 2 ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ മെഷീനിലിട്ടു. ബാക്കി തുണിയെല്ലാം ഞാൻ കൈകൊണ്ട് തന്നെ കഴുകിയിട്ട് കേട്ടോ, കല്ല് വെച്ച് കഴുകിയിട്ട്. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ കഴുകി ഞാൻ എല്ലാം ഇടുകയാണ് കേട്ടോ. മഴ പെയ്താലും ഇവിടെ കിടന്നോളും, മുകളിൽ റൂഫ് ഇട്ടതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഡെയിലി ഒരു റൊട്ടീൻ പോലെയാണ് ഞാനിവിടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ജോലി കൂടുതൽ അങ്ങനെ വരാറില്ല. പക്ഷേ എന്നാലും ജോലിയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ പ്രത്യേകിച്ചുള്ളൊരു ജോലി എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ വിത്തിട്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇപ്പോഴത്തേന് എനിക്ക് എക്സ്ട്രാ വന്നിട്ടുള്ളൊരു ജോലി കേട്ടോ. അപ്പോൾ തുണികളെല്ലാം വിരിച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജനലൊക്കെ ഒന്ന് അടച്ചിടുകയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീടിൻ്റെ സൈഡിൽ വയലാണ്, അപ്പോൾ അവിടുന്ന് കൊതുക് പെട്ടെന്ന് അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സന്ധ്യയ്ക്ക് മുന്നേ ജനലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം, ഇല്ലെങ്കിൽ കൊതുകടി കൊണ്ടിട്ട് കിടന്നുറങ്ങേണ്ടി വരും. അപ്പോൾ ജനലൊക്കെ ഒന്ന് അടച്ചിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കട്ടൻ ചായ കുടിച്ചു. അപ്പോൾ വാവ ഈ സൈഡിൽ നിന്ന് കളിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്നേനെ കട്ടൻ ചായയും 3 ബിസ്ക്കറ്റും കഴിച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഡിന്നറും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.